കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. MS മോഹനചന്ദ്രൻ കൊല്ലത്തിന്റെ സ്വന്തം കാർട്ടൂണിസ്റ്റ്. കാർട്ടൂണിലൂടെയും ചിത്രകഥയിലൂടെയും MS മോഹനചന്ദ്രൻ മലയാളികളിൽ ചിരിയും ചിന്തയും വിതറാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടാകുന്നു. 70കളുടെ തുടക്കത്തിൽ കൊല്ലം ആസ്ഥാനമായ പ്രസിദ്ധീകരണങ്ങളിലൂടെ കാർട്ടൂൺ രചനാ രംഗത്ത് കടന്നുവന്ന മോഹനചന്ദ്രൻ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന മുതിർന്ന കാർട്ടൂണിസ്റ്റും ഹാസ്യ സാഹിത്യകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കാർട്ടൂൺ സമാഹാരങ്ങൾ വരചന്ദ്രിക എന്ന പേരിൽ കേരള കാർട്ടൂൺ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1973 മുതൽ 2016 വരെ വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ചു വന്ന 250ഓളം കാർട്ടൂണുകളാണ് വരചന്ദ്രികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ബാങ്ക് സീനിയർ മാനേജറായി റിട്ടയർ ചെയ്ത മോഹനചന്ദ്രൻ ബാങ്കിംഗ് കാർട്ടൂൺ എന്ന പേരിൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ട തമാശ കാർട്ടൂണുകളുടെ ഒരു സമാഹാരവും പുറത്തിറക്കിയിട്ടുണ്ട്. മാതൃഭൂമി ദിനപത്രത്തിലെ നർമ്മഭൂമിയിൽ 5 വർഷം മോഹനചന്ദ്രന്റെ കാർട്ടൂണുകളും നർമ്മലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. ഏറെ ശ്രദ്ധ നേടിയ പങ്ക്തിയായിരുന്നു അത്. 1971 മോഹനചന്ദ്രൻ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ BSc അവസാന വർഷം പഠിക്കുമ്പോൾ കലോത്സവത്തിന്റെ ഭാഗമായി കാർട്ടൂൺ രചനാ മത്സരം നടത്തുകയുണ്ടായി. അതിൽ 1ാം സ്ഥാനം നേടിയതോടെയാണ് കാർട്ടൂണിനോടുള്ള തന്റെ അഭിനിവേശം സ്വയം തിരിച്ചറിഞ്ഞതെന്ന് മോഹനചന്ദ്രൻ ഓർക്കുന്നു. 1973 ജനൈകം പ്രസിദ്ധീകരണമായ ബാലയുഗത്തിന്റെ ജൂൺ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച മണിയനും കുറുക്കനും എന്ന ചിത്രകഥയാണ് മോഹനചന്ദ്രന്റെ അച്ചടി മഷി പുരണ്ട ആദ്യ സൃഷ്ടി. ഇക്കാര്യത്തിൽ പത്രാധിപർ കാമ്പിശ്ശേരി കരുണാകരനും അന്തരിച്ച കാർട്ടൂണിസ്റ്റ് പ്രൊഫസർ സോമനാഥനും നൽകിയ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും മോഹനചന്ദ്രൻ ഇപ്പോഴും നന്ദിയോടെ സ്മരിക്കുന്നു. 5 വർഷം ഈ പങ്ക്തി തുടർന്നു. ഇതേ സമയം ജനൈകം വാരികയിലും കാർട്ടൂണുകൾ വരച്ചു തുടങ്ങി. 70കളുടെ മധ്യത്തിൽ കേരള ശബ്ദം ഗ്രൂപ്പ് പ്രസിദ്ധീകരണങ്ങളിലും വരച്ചു അദ്ദേഹം. 1980 വെട്ടൂർ രാമൻ നായരുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പാക്കനാർ വിനോദ മാസികയിലായിരുന്നു പിന്നീടുള്ള പരിശീലന കളരി. തുടർന്ന് കേരളത്തിലെ ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളിലും മോഹനചന്ദ്രന്റെ കാർട്ടൂണുകളും ചിത്രങ്ങളും സ്ഥിരം സാന്നിധ്യമായി. രാഷ്ട്രീയ കാർട്ടൂണുകളേക്കാൾ സാമൂഹിക കാർട്ടൂണുകളായിരുന്നു മോഹനചന്ദ്രന്റെ താല്പര്യം. എങ്കിലും കാലഘട്ടത്തിന്റെ കണ്ണാടികളാകാൻ കാർട്ടൂണുകൾക്ക് കഴിഞ്ഞു. ചോമൻ എന്ന തൂലിക നാമത്തിലും കാർട്ടൂണുകൾ വരച്ചിരുന്നു. 1990കളിലാണ് ഹാസ്യ സാഹിത്യ രംഗത്തും കൈവച്ചത്. കാർട്ടൂണിസ്റ്റ് സുകുമാറിന്റെ പ്രേരണയും പ്രോത്സാഹനവുമാണ് അതിന് കാരണമായത്. 1974 MS മോഹനചന്ദ്രൻ ഇന്ത്യൻ ബാങ്ക് ജീവനക്കാരനാകുന്നത്. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ മുഖപത്രമായ ലേബർ ലൈഫിൽ 1978 വരച്ച കാർട്ടൂണായിരുന്നു ആദ്യത്തെ ബാങ്കിംഗ് കാർട്ടൂൺ. ബാങ്കിലെ തടിച്ച ലഡ്ജറുകൾക്കിടയിലും കൗണ്ടറിന് അപ്പുറവും ഇപ്പുറവുമെല്ലാം ഒളിഞ്ഞുകിടന്ന തമാശകൾ കണ്ടെത്തി വരയിലാക്കി. 2004 ബാങ്കിന്റെ ചെന്നൈ ഹെഡ് ഓഫീസിൽ ടെക്നോളജി വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ മോഹനചന്ദ്രന്റെ കാർട്ടൂണുകൾ ബാങ്കിന്റെ വെബ്സൈറ്റിലും ATM സ്ക്രീനിലുമെല്ലാം ഉപയോഗിച്ചത് അദ്ദേഹത്തിനുള്ള അംഗീകാരമായി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു.